ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പാവയ്ക്കയും ക്യാരറ്റും ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണ്. അച്ചാർ പൊടി ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ പാവയ്ക്കയിലെ കയ്പ്പൊക്കെ മാക്സിമം കുറച്ചതിന് ശേഷമാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു വലിയ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ പാവയ്ക്ക ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ പാവയ്ക്കയിലോട്ട് 1/2 സ്പൂൺ ഉപ്പുപൊടി കൂടി ചേർക്കുവാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ഞാൻ 1.5 മണിക്കൂറിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാവയ്ക്ക ഇതുപോലെ പിഴിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ആ ഉപ്പുപൊടി ചേർത്ത് തിരുമ്മി വെച്ചിരുന്ന പാവയ്ക്ക ഇതുപോലെ പിഴിയുമ്പോൾ ഇതിലെ കയ്പിൻ്റെ അംശമൊക്കെ മാക്സിമം കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഉപ്പുപൊടി ചേർത്ത് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉപ്പുപൊടി ചേർത്ത് 1.5 മണിക്കൂർ വെക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ കയ്പിൻ്റെ അംശമൊക്കെ നന്നായിട്ട് കുറച്ചെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റെന്തൊക്കെ ചേരുവകളാണ് ഈ അച്ചാറിലോട്ട് ചേർക്കാൻ വേണ്ടിയതെന്ന് നോക്കാം. 2 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ഉണ്ട വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 5-6 പച്ചമുളക് 4 കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഏകദേശം ഒരു 75 ml നല്ലെണ്ണയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ ആദ്യമേ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. കടുക് ഇടേണ്ട ആവശ്യമില്ല. ഇനി കടുക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇവിടെ കടുക് ചേർക്കുന്നില്ല. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറിലോട്ട് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. പാവയ്ക്കയും ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റ് ചേർത്തതിന് ശേഷവും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് വെന്തു എന്ന് കാണുമ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഏകദേശം വെന്തു എന്ന് കാണുമ്പോൾ നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വെന്ത് അവിഞ്ഞു പോകും. അതുകൊണ്ടാണ് പച്ചമുളക് ആദ്യമേ ചേർക്കാതിരുന്നത്. പച്ചമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കാന്താരിമുളക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കാന്താരിമുളക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുള്ളവർ അത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിവിടെ 1/2 കപ്പ് വിനാഗിരി, അതായത് 125 ml വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1/2 സ്പൂൺ ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പുപൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമേ പാവയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് പാവയ്ക്കുള്ള ഉപ്പ് ഏകദേശം അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പുപൊടി ചേർക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുപ്പിയിലോട്ടൊക്കെ ആക്കുന്നതിന് മുമ്പ് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പ് ചേർത്താലും മതിയാവും. പിന്നെ ഈ ഒരു അച്ചാർ 1.5 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിച്ച് തുടങ്ങാവൂ. അപ്പോഴത്തേക്ക് മാത്രമേ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് അതൊന്ന് ബാലൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇടുക്കിക്കാരി ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.